സംസ്ഥാനത്ത് പിടിമുറുക്കി അമീബിക് മസ്തിഷ്ക ജ്വരവും പകർച്ചവ്യാധികളും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ വർഷം മരിച്ചത് 17 പേരാണ്. 66 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ച് ഈ മാസം മാത്രം ജീവൻ പൊലിഞ്ഞത് 21 പേർക്ക്. ഈ വർഷം 156 പേര് മരിച്ചു. തുടർന്നതോടെ ഡെങ്കിപ്പനി വ്യാപനവും ആശങ്ക ഉയർത്തുകയാണ്. സംസ്ഥാനത്ത് പകർച്ചപ്പനിയും അമീബിക് മസ്തിഷ്കജ്വരവും സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം പ്രതിദിനം കുതിച്ചുവരികയാണ്. അമീബയുടെ സാന്നിധ്യം അന്തരീക്ഷത്തിലുമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് പകരുന്നതിന് തെളിവുകൾ ശേഖരിക്കുവാനും ആയിട്ടില്ല. ഭൂരിഭാഗം പേർക്കും രോഗം വരാൻ കാരണം അകാന്ത അമീബകളാണ്. ഈ വർഷം മാത്രം അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച് മരിച്ചത് 17 പേരാണ്. മിക്ക ജില്ലയിലും രോഗം സ്ഥിരീകരിക്കപ്പെട്ടു. 66 പേർക്കാണ് സംസ്ഥാന വ്യാപകമായി ഈ രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം മാത്രം രോഗം സ്ഥിരീകരിച്ച 19 പേരിൽ 7 പേർ മരണത്തിന് കീഴടങ്ങി. അന്തരീക്ഷത്തിലൂടെ അമീബ വെള്ളത്തിൽ കലർന്ന് മൂക്കിലൂടെ ശരീരത്തിലെത്തി മനുഷ്യജീവനുകൾ എടുക്കുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പൈപ്പ് വെള്ളത്തിലും അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കൂടാതെ എലിപ്പനി രോഗബാധയുടെ എണ്ണവും വർദ്ധിക്കുന്നു. ഈ മാസം മാത്രം മരിച്ചത് 21 പേരാണ്. 186 പേർ ഈ വർഷം മാത്രം മരണത്തിന് കീഴടങ്ങി. 247 പേർക്കാണ് ഈ മാസം പനി സ്ഥിരീകരിച്ചത്. രോഗികളുടെ എണ്ണവും മരണനിരക്കും മുൻവർഷത്തേക്കാൾ കുതിച്ചുയർന്നു എന്നാണ് വിവരം. കൂടാതെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. അതിശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ജലജന്യ രോഗങ്ങൾക്കും എലിപ്പനി ഡെങ്കിപ്പനി വ്യാപനത്തിനും വഴിതെളിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അതേസമയം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ജനം, തിരുവനന്തപുരം.